ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിന്മേൽ മിന്നാണേ. താരമ്പം നിന്നെ കണ്ടാലമ്പും വെള്ളം വത്തേനേ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഡോളുണ്ടേ, ചുണ്ടോരം ഷേലുണ്ടേ, രണ്ടാളും കൂടുമ്പോൾ കൊണ്ടാടണ്ടേ. കൊണ്ടാട്ട ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ടേ, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടി ചെണ്ടേൻ കൊട്ടി കാത്തിരിക്കും നേരം വന്നേ ജില്ലം ജില്ലാല. ഒരു പൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ടേ കച്ചം കെട്ടി നിന്നെ കെട്ടാൻ നിൽപ്പാണേ, പടിയോരം വെള്ളിപ്പല്ലക്കെത്തി പിന്നാലെ. വീട്ടാരും കൂട്ടുണ്ടേ, നാട്ടാരും കൂടെയുണ്ടേ, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ. ആശപ്പൂങ്കൊട്ടാരം വിണ്ണോരം മുട്ടിലേ, ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേരിൽ വട്ടപ്പൊട്ടും കുത്തി മിന്നു കെട്ടിക്കൊണ്ടേ പോകാം ജില്ലം ജില്ലാല. ഹേ ജില്ലം 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 ജില്ലാല. ഹേ ജില്ലം 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 ജില്ലാല. ഹേ ജില്ലം 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 ജില്ലാല. ഹേ ദിത്തര 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 ജില്ലം ജില്ലാല. നാളേറെ കാത്തിട്ടും നീ വന്നില്ല, മോഹിക്കും പോലെ വേഗം നേരം പോയില്ല. നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ ഇന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല. മാറത്തെ മൈനേനി പേരിൽ കൊഞ്ചാറുള്ളൂ, നീ എന്നൊരാളെ കണ്ണിൽ മിന്നാറുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തൂവല, പടരി ഞാനല്ലേ ജില്ലം ജില്ലാല. ഹേ ജില്ലം 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 ജില്ലാല. ഹേ ജില്ലം 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 ജില്ലാല. ഹേ ജില്ലം 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 ജില്ലാല. ഹേ ദിത്തര 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 ജില്ലം ജില്ലാല. ചേമന്തി ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിന്മേൽ മിന്നാണേ. ഹേ താരമ്പൻ നിന്നെ കണ്ടാലമ്പും വെള്ളം വച്ചേനേ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഡോലുണ്ടേ, ചുണ്ടോരം ഷീലുണ്ടേ, രണ്ടാളും കൂടുമ്പോ കൊണ്ടാടണ്ടേ. കൊണ്ടാട്ട ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ടേ, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടി ചെണ്ടേൻ കൊട്ടി കാത്തിരിക്കും നേരം വന്നേ ജില്ലം ജില്ലാല. ഹേ ജില്ലം 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 ജില്ലാല. ഹേ ജില്ലം 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 ജില്ലാല. ഹേ ജില്ലം 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 ജില്ലാല. ഹേ ദിത്തര 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 ജില്ലം ജില്ലാല. ഹേ ജില്ലം 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 ജില്ലാല. ഹേ ജില്ലം 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 ജില്ലാല. ഹേ ജില്ലം 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 ജില്ലാല. ഹേ ദിത്തര 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 ജില്ലം ജില്ലാല. നമ്മളിതേ തുടങ്ങാൻ പോവാണ്. അതിനു മുന്നേ നമ്മുടെ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള കുട്ടിപ്പാട്ടുകാർ ഇവിടെ നിന്ന് പാടുന്ന സമയത്ത്, ഓരോ കണ്ടസ്റ്റൻസും പാടുന്ന സമയത്ത് നമുക്ക് താഴെ ഒരു QR കോഡ് കാണാൻ വേണ്ടി പറ്റും. അത് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ തന്നെ ഒരു ആപ്പ് ആയിട്ടുള്ള MMC നിങ്ങൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുവഴി കുട്ടികൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അഥവാ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ള കുട്ടിപ്പാട്ടുകാർക്ക് നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മളിതേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള ടൈമാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം MJ അങ്കിൾ, ഉണ്ണി അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം.
ആര്യ ചേച്ചി, യെസ് മീനൂട്ടൻ. നമുക്ക് സന്തോഷമുള്ള സമയം വന്നെത്തിയിരിക്കുന്നു. മഴ വരുന്നുണ്ടല്ലേ? അതെ, ഒരു കുളിര് തോന്നുന്നില്ലേ? പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പാട്ടില് ഒരാളെ മിസ് ചെയ്യുന്നുണ്ട്. മധു ആ മധുവങ്കളിനെ അതെന്താ? കാരണം എന്താന്നറിയോ, ആ. ഇത് മധുചേട്ടൻ പാടിയ പാട്ടാ. അയ്യോ Miss മധുവങ്കളെ ചെയ്യുന്നുണ്ട്. miss കേട്ടോ. ഇവിടുന്ന് ഒരു ലോഡ് ചക്കരയുമാ നമ്മൾ എന്തായാലും മിസ് ചെയ്യും. Yes, ശരിക്കും മധു എനിക്ക് തോന്നുന്നു യൂറോപ്പിലോ അതോ UK-ലോ ആണ്. എവിടേക്ക്? രാവിലെ യൂറോപ്പിലാണെങ്കിൽ രാത്രി രാത്രി വേറൊരു UK. സ്ഥലത്ത്. ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്ഥലത്തല്ല, തിരിച്ചെത്തിയെന്ന്. തിരിച്ചു വന്നോ? ആണോ? ആഹാ, രാഘു ഇപ്പൊ പറഞ്ഞ അടിപൊളി. അപ്പൊ ഇപ്പം ഡിന്നർ കേരളത്തിൽ യെസ്, എന്തായാലും മധുചേട്ടൻ മിസ് ചെയ്തു. മിസ് ചെയ്യുന്നുണ്ട്. മഴപ്പാട്ട് റൗണ്ട് ആണ് വന്നിരിക്കുന്നത്. പാട്ട് പാടാനായിട്ട് നമ്മുടെ MJ അങ്കിളുടെ സൗരംഗൻ എത്താൻ പോവാണ്. യെസ്, ലെറ്റ്സ് വെൽക്കം സാരംഗ് ഓൺ സ്റ്റേജ്. ഞാനും സൗരംഗനും കൂടെ പോകുന്നുണ്ടേ. അത് എന്നാ അത് പോകുന്നത്? നാളെ നാളെയോ? നാളെ പോകുന്നുണ്ട്. നാളെ എന്ന് പറയുമ്പോ നാളെ നീളനീടെ അല്ല, നാളെ തന്നെ. നാളെ തന്നെ. തീർച്ചയായിട്ടും നാളെ പോകുന്നുണ്ട്. ഓക്കെ സാർ. വാങ്ങിക്കും, നമ്മൾ അതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് ഇവിടെ ഇടും. ഓക്കെ. അപ്പൊ ഒരെണ്ണം വാങ്ങിച്ചു തരുന്നല്ലേ പറഞ്ഞേ? ആ. അതിന് പേര് 2 വാങ്ങിച്ചു തരാടെ. ഓക്കെ സാർ. ഇങ്ങനെയായല്ലേ ഇപ്പൊ? അതൊക്കെയാണ് കഥകൾ. അതെ, അന്ന് തന്നതും 2 ആയിരുന്നു. 2 വലുതായിരുന്നു. വലുതായിരുന്നു. അച്ഛൻ ഇടുന്നുണ്ട്. ആർക്കും കൊടുത്തില്ല, ഇവിടെ തന്നെ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ആ. അത് അച്ഛൻ ഇട്ട് നോക്കി, അച്ഛന് കറക്റ്റ് ആണ്. അച്ഛന് ഭാഗമാണ്. അപ്പൊ അച്ഛനിട്ടോടെ. അതെ, അല്ലെങ്കിൽ അത് ഉപയോഗ ശൂന്യമാവില്ലേ? അതെ സാർ. ശൂന്യത നമുക്ക് വേണ്ട. അതെ അതെ, ഞാൻ പറഞ്ഞു അത് ആർക്കും പറ്റില്ലെങ്കിലും അത് MJ സാറ് തന്നതായിട്ട് അവിടെ എടുത്തു വെക്കണമെന്ന് അമ്മേനോട് പറഞ്ഞു. ചില്ലിട്ട് വെക്കാനാ? അതെ. അത് 2 വയസ്സ് കഴിഞ്ഞാൽ ചേരുമല്ലോ അല്ലേ? 2 വയസ്സ്. ആ, ഒരു 2 വയസ്സ് കഴിഞ്ഞാൽ മോന് ചേരും. അത് 2 കുറച്ചും കൂടി കഴിയേണ്ടി വരും. അതെ. കുറച്ചുകൂടെ അച്ഛന്റെ അളവല്ലേ? അച്ഛന്റെ അളവാ. മകളെ, എന്ത് സാർ? പാട്ട് ഏതാണ്? മഞ്ചാടി മഴ പുഞ്ചിരി കൊഞ്ചി. ആ, നമ്മുടെ മധുവങ്കൾ. മധു. മധുചേട്ടന്റെയും സുജാത മാമിന്റെയും പാട്ട്. അതെ. മധു അസാധ്യമായിട്ട് പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. അതെ സാർ. മധു എല്ലാ പാട്ടും അങ്ങനെയാണല്ലോ പാടണേ. അതെ അതെ. അപ്പൊ മധു ബാലകൃഷ്ണൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6. ഒരു ഹായ്. സാർ. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ്. ഫിലിം റോക്ക് ആൻഡ് റോൾ, വർഷം 2007. പാടിയത് മധുബാലകൃഷ്ണൻ സാറും സുജാത മേമും. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. മ്യൂസിക് വിദ്യാസാഗർ സാർ. വിദ്യാജി. Yes. ഓക്കെ സാർ. ഓക്കെ. മിടുക്കൻ. അപ്പൊ തകർത്തോ? ആരംഭിക്കണം. നമുക്കിത് മധുചേട്ടന് അയച്ചു കൊടുക്കാം. ആ, അതെ. എല്ലാം കഴിഞ്ഞിട്ട്. കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അവിടെ കാണാൻ. ഗാലറിയിലുണ്ട്. റെഡി ആ, ഓക്കെ. ആയിട്ടിരിക്കുക. ഇവിടെ ജഗത്തും ജഗത്തും. ഇവിടെ റിജ്വലും. റിജ്വല് രണ്ടുപേരും റെഡിയാ. കാണാറില്ലേ? ഫുട്ബോൾ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. ആണോ? ആണോ? താല്പര്യമില്ല. എന്നാലും- ക്രിക്കറ്റ് താല്പര്യം. ഗെയിംസ് ഒന്നും കളിക്കില്ല. ആഹാ. അപ്പൊ പിന്നെ എന്താണ് താല്പര്യം? പാട്ട്, പിന്നെ കുക്കിംഗ്. കുക്കിംഗ്. ആ, കുക്കിംഗ് ഇഷ്ടല്ലേ? ആ, അന്ന് അതെങ്ങനെ മീൻകറിയൊക്കെ വെച്ചില്ലേ? അതെങ്ങനെ കണ്ടുപിടിച്ചു? എടാ അന്ന് മീൻകറിയൊക്കെ ആ, വെച്ചില്ലേ അന്ന്? അതുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ആ. ഞങ്ങളുടെ വില്ലയില്, അതായത് ഞാൻ താമസിക്കുന്ന വില്ലയില്, അപ്പാർട്ട്മെന്റില് ഉം. ഞാന്, ദിയ, പിന്നെ ജഗത്ത്, ഈ 3 പേരാണ് ഉള്ളത്. അപ്പൊ ഒരു ഓഫ് ഡേ വന്നപ്പോ ഞങ്ങള് അച്ഛൻ്റെ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ പറഞ്ഞു ഇവിടുന്ന് കിട്ടുന്ന രീതിയിൽ മാത്രം സാധനങ്ങൾ മതി. ഉം. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ ഒരു സോയ ഫ്രൈ ആക്കാന്ന് പറഞ്ഞു. സോയ ഫ്രൈ. അതെ അതെ. സോയ ചങ്ക്സ് വാങ്ങിയിട്ട് ഞങ്ങള് അവിടുന്ന് മസാലയൊക്കെ ആക്കി പൊരിച്ചു. ഞാൻ തന്നെ ഒറ്റക്ക് പൊരിച്ചിട്ട്, എന്നിട്ട് ഉള്ളിയൊക്കെ വാട്ടി അങ്ങനെ റെഡിയാക്കി. എന്നിട്ട് ഞാൻ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. പിന്നെ ദിയയുടെ അമ്മ അതിന്റെ റെസിപ്പിയൊക്കെ ചോദിച്ചായിരുന്നു. ആണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ശ്രീയുടെ അമ്മയും പറഞ്ഞായിരുന്നു എനിക്കും അതിന്റെ റെസിപ്പി വേണമെന്ന്. 2 പ്രാവശ്യം അവർ പറഞ്ഞു. 2 പ്രാവശ്യം പറഞ്ഞു. ഒന്നൊന്നര 2 വട്ടം. അത്രയ്ക്ക് ഇഷ്ടായി നടത്താൻ. എനിക്ക് അതിന്റെ റെസിപ്പി വേണം, പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. എനിക്ക് കൊണ്ടുതന്നാ മതി. റെസിപ്പി വേണ്ട. ഞങ്ങൾക്ക് കൊണ്ടുതരണേ. ആ, ഓക്കെ. ഏതൊക്കെ ഒരു ദിവസം എന്തായാലും സാരംകൂട്ടിന് ഇഷ്ടമുള്ളത്. ഷെഫ് സാരംഗൻ. അതെ സാർ. ഓക്കെ ഓക്കെ. ഓക്കെ, പ്രോമിസ്. പ്രോമിസ്. എന്നാ മിടുക്കനെ പാടിക്കോ. ഓക്കെ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ പെർഫോമൻസിന് വോട്ട് ചെയ്യാട്ടോ. അപ്പൊ എല്ലാരും QR കോഡൊക്കെ സ്കാൻ ചെയ്തിട്ട് വോട്ട് ചെയ്യാ. പാട്ട് നന്നായി പാടാ. ഓൾ ദ വെരി ബെസ്റ്റ്. മസാലയൊക്കെ നന്നായിട്ട് ചേർത്തോ. ഓക്കെ ഓക്കെ. മഞ്ചാടി മഴ പുഞ്ചിരി കൊഞ്ചലുകൾ, പഞ്ചരമണി ചുണ്ടിലെ ചുംബനങ്ങൾ, എന്നോട് പറയാത്ത സ്വകാര്യങ്ങൾ. മഞ്ചാടി മഴ പുഞ്ചിരി കൊഞ്ചലുകൾ, പഞ്ചരമണി ചുണ്ടിലെ ചുംബനങ്ങൾ, എന്നോട് പറയാത്ത സ്വകാര്യങ്ങൾ. പൂമുല്ലേ നിലാമുല്ലേ പൂക്കാലം വിളിക്കുന്നു വാവാ. മഞ്ചാടി മഴ പുഞ്ചിരി കൊഞ്ചലുകൾ, പഞ്ചരമണി ചുണ്ടിലെ ചുംബനങ്ങൾ,
സ്വകാര്യങ്ങൾ ചുംബനങ്ങൾ എന്നോട് പറയാത്ത സ്വകാര്യങ്ങൾ മഴ പുഞ്ചിരി കൊഞ്ചലുകൾ പഞ്ചാരമണി ചുണ്ടിലെ ചുംബനങ്ങൾ എന്നോട് പറയാത്ത സ്വകാര്യങ്ങൾ പൂമുല്ലേ നിലാമുല്ലേ പൂക്കാലം വിളിക്കുന്നു വാവാ താങ്ക് യു. സാരംകുട്ടൻ എന്തോ സാർ? എപ്പോഴും പ്രായത്തിൽ കവിഞ്ഞ ഒരു പക്വത എല്ലാ പാട്ടിലും കാണിക്കും സാരംഗൻ. അതെ, അത് ഇന്നുണ്ടായിരുന്നു. ഫസ്റ്റ് പല്ലവി വാസ് വെരി ഗുഡ്. താങ്ക് യു സാർ. പക്ഷേ പതിവിന് വിപരീതമായിട്ട് ഉം. അനുപല്ലവിയിലും ചരണത്തിലും പല സ്ഥലത്തും പിച്ചിങ് പ്രോബ്ലം വന്നു. അറിഞ്ഞോ മോൻ അത്? അറിഞ്ഞോ? എന്തുകൊണ്ടത്? അത് ടോപ്പില് എനിക്ക് എത്താത്തത് കൊണ്ടാണോന്ന് അറിയില്ല. പിന്നെ കൈ പോകുന്നില്ല അല്ലേ? പക്ഷെ അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഇപ്പൊ കഴിഞ്ഞ റൗണ്ടിൽ പോലും സാരംഗൻ അത്ര പെർഫെക്റ്റ് ആയിരുന്നു, പിച്ചിങ് എസ്പെഷ്യലി. അത് മേളില് മാത്രമല്ല, ഇപ്പൊ തെളിവാർന്നു കൊതിയായതിൽ തുടക്കമാണല്ലോ ചരണത്തിന്റെ അവിടെ കുറച്ച് ഷാർപ്പായിട്ട് വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഇപ്പൊ എനിക്കൊരു പറഞ്ഞു 4-5 സ്ഥലം ഞാൻ നോട്ട് ചെയ്തൊക്കെ കുറച്ച് പിച്ചിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു മോനെ. ഇത് വരാതെ നോക്കണ്ടേ? ഇനി എത്ര റൗണ്ടിൽ നമ്മൾ അനുവദിക്കില്ല, സമ്മതിക്കില്ല അങ്ങനെ പാടാൻ. സമ്മതിക്കില്ല, വിട്ടില്ല ഞാൻ. കാരണം നമ്മുടെയൊക്കെ ഫേവറേറ്റ് സിംഗറാണ് മാൻ. യു കോൺ മേക്ക് മിസ്റ്റേക്സ്, യു കോൺ എഫോർഡ് ടു മേക്ക് മിസ്റ്റേക്സ്. അങ്ങനത്തെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞു. പല്ലവി വാസ് റിയലി ഗുഡ്. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. മഴ പുഞ്ചിരി കൊഞ്ചലുകൾ പഞ്ചാരമണി ചുണ്ടിലെ ചുംബനങ്ങൾ എന്നോട് പറയാത്ത സ്വകാര്യങ്ങൾ പൂമുല്ല
അനുപല്ലവിലും ചരണത്തിലും ഒരു ചെറിയ പിച്ചിങ് ഇഷ്യൂസ് വന്നിട്ട്. അപ്പൊ അത് ശ്രദ്ധിച്ച് പാടണം. നെക്സ്റ്റ് റൗണ്ട് ഷുഡ് ബി പെർഫെക്റ്റ്. യെസ് സർ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. സാരംകുട്ടാ, നമുക്ക് രണ്ട് സൈഡിൽ രണ്ട് പാട്ടുകൾ എടുത്തു വെക്കാം. ഒന്ന്, മിഴിയറിയാതെ വന്നു നീ മിഴിയൂഞ്ഞാലിൽ, അതെടുക്കാം. അതെ. ഓൺ ദിസ് സൈഡ് അതെ. തന്നാനാനാന താരരി താരരിരാ താരരി ചീരരി ചാരരി. രണ്ടും പദസരിക തുടങ്ങുന്നതാണ്. പദസരിക റിക റിക. അപ്പൊ ഈ സൈഡിലോ പദസരി സരി ഗരിക പകരി സരി സരി സരി. അപ്പോ ഇത് നമ്മളെ മെലോഡിയസ് ആയിട്ട് ഒരു ലയത്തിൽ പോകുമ്പോൾ ഇത് ഈ മഴ പെയ്യുമ്പോഴത്തേക്ക് മഴത്തുള്ളികൾ ഇങ്ങനെ തുള്ളൂലേ, ഡാൻസ് ചെയ്യേ, അതുപോലെ ഈ സ്വരങ്ങൾ ഡാൻസ് ചെയ്യണം. എന്ത് ചെയ്യണം? ഡാൻസ് ചെയ്യണം. ഡാൻസ് ചെയ്താലേ ഈ പാട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ മോൻ പാടിക്കുന്ന കുറച്ചും കൂടെ മെലോഡിയസ് ആയിട്ടാണ്. മഞ്ചാടി മഴ കൊങ്കരി താരരി താരരി. അത് ഒഴുക്കിയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ കുറച്ചുകൂടെ തുള്ളാൻ പറ്റുമോ? അല്ല, അവിടെ നിന്ന് തുള്ളണ്ട. ഞാൻ പറഞ്ഞ പാട്ടിനെ തുള്ളിക്കാൻ പറ്റുമോ? മഞ്ചാടി മഴ പുഞ്ചിരി കൊഞ്ചലുകൾ പഞ്ചരമണി ചുണ്ടിലെ ചുംബനങ്ങൾ എന്നോട് പറയാത്ത സ്വകാര്യങ്ങൾ. ഇപ്പൊ കുറച്ചും കൂടെ ബെറ്റർ ആണ്. കുറച്ചും കൂടെ ബെറ്റർ ആകാം. ആ തുള്ളൽ വേണം. ഉറഞ്ഞു തുള്ളലല്ല, കുറച്ചൊരു തുള്ളൽ. പങ്ക്ച്വേഷൻ നമ്മൾ അങ്ങനെ ചെയ്യണം. അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അരികെ അലിഞ്ഞു പെയ്ത മഴത്തുള്ളിയായി മനം വരുമ്പോഴത്തേക്കും അവിടെയും ശ്രുതി ചേരാതെ വന്നിട്ടുണ്ട്. പല ഇടങ്ങളിലും നമുക്ക് ശ്രുതി ചേരാതെ വന്നിട്ടുണ്ട് കേട്ടോ സാരംകുട്ടാ. അപ്പൊ അതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അപ്പൊ അങ്ങനെ മാത്രമേ ഈ പാട്ടിനെ അതിന്റെ രൂപത്തിലും ഭാവത്തിലും നമുക്ക് അവതരിപ്പിക്കാൻ പറ്റൂ. അതാണ്. അതല്ലെങ്കിൽ വേറെ പാട്ട് പോലെ ഇരിക്കും. അപ്പോൾ ഓരോ പാട്ട് നമ്മൾ പാടുന്നതിന്റെ രീതികൾ മാറണം. അതാണ്. അതിനാണ് വേഴ്സറ്റൈൽ എന്ന് പറയാം. നമുക്ക് പല രീതിയിൽ പാട്ടുകൾ പാടാൻ, പല രീതിയിലുള്ള പാട്ടുകൾ നമുക്ക് ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനാണ് വേഴ്സറ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ സാരംകുട്ടൻ ഒരു ജനുസിലുള്ള കുറെ പാട്ടുകൾ നന്നായിട്ട് പാടുന്നുണ്ട്. പക്ഷെ നമുക്ക് വൈവിധ്യം കൂടുതൽ കൊണ്ടുവരണം. പല രീതിയിലുള്ള പാട്ടുകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റുന്ന ആളാണ് സാരംഗൻ. പക്ഷെ അതിന് നമ്മുടെ എഫേർട്ട് വേണം. ഓക്കെ, സാരംകുട്ടാ, ഇതൊരു ഡ്യുവറ്റ് സോങ് അല്ലേ? അതെ അതെ. അപ്പൊ ഞാന് ബ്രെത്ത് ഇങ്ങനെ നോട്ടീസ് ചെയ്യാറുണ്ട്. അതാണ് ഞാൻ ആദ്യമായിട്ട് ഇത് പാടുമ്പോ തന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ബ്രെത്ത് കിട്ടുമോന്നുള്ളത്. അത് മാത്രം എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. വേറെ പിച്ചിന്റെ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പൊ ബ്രെത്തിലായിരുന്നു ഫുൾ ഫോക്കസ്. ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എക്സെപ്റ്റ് അവസാനം എത്തിയപ്പോ അരികെ അലിഞ്ഞു പെയ്ത് മഞ്ഞു തുള്ളിയായി മനം എടുത്തത് ഒഴികെ ബാക്കിയൊക്കെ ക്ലീൻ ആയിരുന്നു. പക്ഷെ ഞാന് ഓർക്കസ്ട്രയ്ക്കും പിന്നെ അല്ലാതെ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ബ്രെത്തിന് നല്ല പ്രശ്നമുണ്ടായി. അപ്പൊ ഈ ഫോക്കസ് മുഴുവൻ എനിക്ക് തോന്നുന്നു ബ്രെത്തിന്റെ മേളിലായിരുന്നു തോന്നുന്നു. അപ്പൊ ഈ ബ്രെത്തിന്റെ മേളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താവെന്ന് പറഞ്ഞാൽ നമ്മള് ബാക്കിയെല്ലാം മറന്നുപോകും. അതാണ് ഇന്ന് സംഭവിച്ചത് നമ്മുടെ സാരംകൂട്ടിനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ കൂടെ എന്തായെന്ന് പറഞ്ഞാൽ ഹയർ പോർഷൻസ് എത്താൻ വേണ്ടിയിട്ട് വോയിസ് ഭയങ്കരമായി പുഷ് ചെയ്തു. അങ്ങനെ പുഷ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ വോള്യം ഭയങ്കര അധികമായിരിക്കും. നമുക്ക് ശരിക്കും അത്ര വോള്യത്തിൽ പാടേണ്ടി വരില്ല. കുറച്ചും കൂടെ ഓരോന്ന് ഒതുക്കി പാടേണ്ട സ്ഥലങ്ങളും സന്ദർഭങ്ങളും പാട്ടിന്റെ പോർഷൻസ് ഒക്കെ ആയിരിക്കും. പക്ഷെ വോള്യം കൂടുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീൽ അങ്ങ് കുറയും. പിന്നെ അതുപോലെ സുരഭിലമായി എന്നുള്ളത് സുമഭിലമായി എന്ന് പാടിപ്പോയോ? അത് സുരഭില എന്ന് ഉദ്ദേശിച്ചു. പക്ഷെ വന്നിട്ട് അടുത്ത സുമധുരമായിന്റെ മാ അവിടെ അല്ലേ? സുമഭില ഒരു ഗ്ലുമ്മും ഒക്കെ വന്നു, എല്ലാം വന്നു. ഞാൻ ശ്രദ്ധിച്ചു, എനിക്ക് മനസ്സിലായി. അതൊക്കെ കൃത്യമായിട്ട് മുഖത്തൊന്നും വന്നില്ല. ഞാനിങ്ങനെ പാട്ട് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം കേട്ടതാ. അപ്പൊ ഓവറോൾ മിടുക്കനായിട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അടുത്ത പ്രാവശ്യം ശ്രുതി വളരെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം പാടാൻ വേണ്ടി. ഓക്കെ, ഒറ്റ ഒരു കാര്യത്തിൽ മാത്രമായിട്ട് ഫോക്കസ് പോരുത്. നമ്മുടെ പാട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സിലും നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഓക്കെ, പ്രോമിസ്. അപ്പൊ ഇന്നത്തെ മാർക്ക് പറയട്ടെ. 97 out of 100 for സാരംകൂട്ടൻ.
പക്ഷേ സാരംകുട്ടൻ എനിക്ക് വളരെ ഒരു ഫേവറേറ്റ് ആയിട്ടൊരു സിംഗറാണ്. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഗിവ് ഹിം എ ഗിഫ്റ്റ്. വീണ്ടും സമ്മാനം. മുല്ലേ നിലാമുല്ലേ പൂക്കാലം കൂടുതൽ നന്നായി പാടാൻ വേണ്ടി ഒരു ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ. മിടുക്കൻ. എല്ലാം യെസ് സർ, യെസ് സർ, യെസ് സർ. അപ്പൊ ബൈ ബൈ. ഹാപ്പിയല്ലേടാ, ഗിഫ്റ്റ് ഒക്കെ കിട്ടി? ഓക്കെ ബൈ. അടുത്ത പ്രാവശ്യം 100 ആണ്. ഗുഡ് നൈറ്റ്. ഉണ്ണിയങ്കൾ, Yeah. നമ്മൾ കൊറേ സമയമായിട്ട് പാട്ടുകളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്, ഉഷാറായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. Yes. ഉണ്ണിയങ്കൾ ഒരു കണ്ണൂരുകാരനല്ലേ? അല്ല, ഞാൻ ഗുരുവായൂർ. ഗുരുവായൂർ. പ്രോപ്പർ ഗുരുവായൂർ. അപ്പൊ തലശ്ശേരിയായിട്ട് എന്താ തലശ്ശേരി എന്റെ wife. അതെ, ഇപ്പത്തെ ആള് മാറി. അതൊക്കെ ഓൾറെഡി അറിയാം. പക്ഷെ ഉണ്ണിയങ്കൾ എപ്പോഴോ എന്റെ വൈഫ് തലശ്ശേരി, മകൻ കല്യാണം കഴിച്ചിട്ടുള്ള കണ്ണൂർ. അപ്പൊ ഉണ്ട്, ബന്ധമുണ്ട്. ഉണ്ണിയങ്ങളുടെ ബന്ധം ഉള്ളത് കൊണ്ട് നമ്മൾ കണ്ണൂരിന്ന് ഒരാളെയാണ് വിളിക്കാൻ നമ്മളെ കണ്ണൂരിന്ന് ഒരാളെയാണ് വിളിക്കാൻ പോകുന്നത്. മെലഡി റൗണ്ട് ആണ് കേട്ടോ. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ജഗത് ഓൺ സ്റ്റേജ്. എന്താ ഞങ്ങളെ കൂട്ടില്ല, നിന്നോട് എന്തോ കൂട്ടില്ല. ആ മുഖം കണ്ടില്ലേ? എന്താ നീ ആള് മൈക്ക് ഓഫ് ചെയ്ത ആളല്ലേ ഇത്? ടീച്ചേഴ്സ് പാടുന്ന സമയത്ത് മൈക്ക് ഓഫ് ചെയ്ത ആളല്ലേ? അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതന്നെ ദ്യുതികുട്ടി പറഞ്ഞല്ലോ, നീ ഭയങ്കര ബഹളാണ്, ഭീകരനാന്ന് പറഞ്ഞല്ലോ. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അവൻ നന്നായി ഈ സെക്കൻഡിൽ. ദ്യുതി അങ്ങ് ഇറങ്ങിയത് നന്നായി. ഡീസന്റ് ആയി അല്ലേ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെയൊന്നല്ല. പിന്നെ എങ്ങനെയാ ശരിക്കും? ഇതിനേക്കാളും മോശമാണോ? അല്ല, നല്ലതാ. നല്ലതാ. ഇന്നേത് പാട്ട്? കേവല മർത്യഭാഷ കേൾക്കാത്ത ജയേട്ടന്റെ പാട്ട്. ദേവദൂതികയാണ് നീ അല്ലേ? ഒൻവി സാർ എഴുതിയ സിനിമ ഇതാണ്. സിനിമ നഖക്ഷതങ്ങൾ. ഹരിഹരൻ സാറിന്റെ ഒരു ഗ്രേറ്റ് ഫിലിമാണ് അല്ലേ? പിന്നെ മ്യൂസിക് ബോംബെ രവി സാർ. വർഷം 1986. അപ്പൊ നന്നായി വരട്ടെ. ജഗത് കിഷോര ചന്ദ്രശേഖര കുമാര. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ പെർഫോമൻസിന് വോട്ട് ചെയ്യാട്ടോ. അപ്പൊ എല്ലാരും QR കോഡൊക്കെ സ്കാൻ ചെയ്തിട്ട് വോട്ട് ചെയ്യാ. പാട്ട് നന്നായി പാടാ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. നന്നായി പാടണേ. ഓക്കെ. മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ. കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ. ഒരു ദേവദൂതികയാണു നീ.
കേൾക്കാത്ത ദേവദൂതികയാണു നീ കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ ഒരു ദേവദൂതികയാണു നീ. ആഹാ. ജഗത് കിഷോറ, എന്തോ കേവല കേവല കേവല. എന്തുകൊണ്ടാ അത് പാടുന്നത് മനസ്സിലായോ? ഞങ്ങൾക്ക് മൂന്നാൾക്കും ഒരുപോലെ ഇഷ്ടമായ ഒരു സ്ഥലമാണ് തുടക്കം. അതാ ജയേട്ടന്റെ സ്റ്റൈല് ശരിക്കും മോൻ ശരിക്കും ഇൻകോർപ്പറേറ്റ് ചെയ്തു. അതെ. കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ. അതൊരു ഭയങ്കര സുഖമാണ് അത് കേൾക്കാൻ. അതെ, താങ്ക് യു. ജയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജയേട്ടന് ഏത് പാട്ട് പാടണമെങ്കിലും ഒരു പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല, അങ്ങ് പാടും. അപ്പൊ നമ്മള് പെട്ടെന്നൊരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അങ്ങ് പാടും, ക്ലീൻ ആയിട്ട്. അതാണ് ജയേട്ടന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഈസ് എ വെരി നാച്ചുറൽ സിംഗർ. ഈ ഡസൻ നീഡ് എനി പ്രിപ്പറേഷൻസ്. എന്താണ് അറ്റ്മോസ്ഫിയർ എന്നോ ഒന്നും നോക്കില്ല, വളരെ ക്ലീൻ ആയിട്ട് പാടും. ഞാന് പാലക്കാട് ഒരു പ്രോഗ്രാമിന് MSVയുടെ പാട്ട് രാജീവ്. ആ, അവിടെ എല്ലാം ഓടി നടക്കുന്നുണ്ട്. MSVയുടെ പ്രോഗ്രാമിന് പുള്ളി ഈസ് ഓൾസോ വൺ ഓഫ് ദി ഓർഗനൈസേഴ്സ്. അപ്പോൾ ഓടി നടക്കുന്നുണ്ട്, മുണ്ട കൊടുത്തിട്ട് ഇങ്ങനെ അവിടെയൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്ന് കറക്റ്റായിട്ട് രാജീവ് എന്നതിനെ ശരിക്കും ഇങ്ങനെ പിച്ച് പെർഫെക്റ്റ് ആയിട്ട് പാടി, ക്ലീൻ ആയിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിംഗറാണ് ജയേട്ടൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ. അപ്പൊ അതേമാതിരി ആ പാട്ടിന്റെ ഒരു ഭംഗി മോൻ ഈ പാട്ടിൽ കൊണ്ടുവരും. താങ്ക് യു സാർ. യെസ്. നൃത്തമാടും നിൻ ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ. പാട്ട് ജയേട്ടൻ പാടിയിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈല് മോൻ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. താങ്ക് യു സാർ. അല്ല, എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു പ്രശ്നം ബ്രെത്തിന്റെ, അത് ചെറിയ മോനാണ്, അത് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ വലിയ പ്രയാസമാണ്. എന്നാലും കൂടിയിട്ട് അത് ബ്രെത്ത് പോയൊന്നുമില്ല. എന്നാലും യെസ്, ബ്രെത്ത് നിറയെ വേണം ഈ പാട്ട് പാടാൻ ആ താളത്തില്. പക്ഷെ അത് വളരെ ഭംഗിയായിട്ട് പാടി മോനെ. താങ്ക് യു സാർ. പല ഭാഗങ്ങളിലും ശരിക്കും ഒരു ഹൈലൈറ്റ് ഒക്കെ കൊടുത്തു മോൻ. താങ്ക് യു. ചരണം കഴിഞ്ഞിട്ട് പല്ലവി എടുക്കുന്ന സ്ഥലത്തെ ഭംഗി എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു. താങ്ക് യു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സാർ. ജഗത് കുട്ടാ, എന്തോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു സാർ. വൈ? നന്നായിട്ട് പാടിയോണ്ട്. എക്സ്പ്രഷൻസ്. താങ്ക് യു സാർ. ഇന്നൊരു എക്സ്പ്രഷൻ കിങ് ആയിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് Thank you. മെച്യൂരിറ്റി ആണ്. അപ്പൊ നീ യു ആർ ഗെറ്റിംഗ് മെച്യൂർഡ് ആസ് എ സിംഗർ എന്ന് കാണിക്കുന്ന കുറെ ഫ്ലാഷസ് ഉണ്ടായിരുന്നു അവിടെ ഇവിടെ. സയൻസ് അല്ലേ? സയൻസ് സൈൻ ബോർഡുകൾ ഉണ്ടായിരുന്നു. സൈൻ ബോർഡുകൾ ഉണ്ടായിരുന്നു. ആ സൈൻ ബോർഡുകൾ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. അതിനൊരു സലാം. താങ്ക് യു. ഓക്കെ. കേവലം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ മീനൂട്ട? ഉണ്ട്. കേവലം എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് തുടങ്ങുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. ആ? അത് കേവലതയാണെന്ന് പറയും, അത് കേവലമാണെന്ന് പറയും, അങ്ങനെ പലതും പറയും. പക്ഷെ കേവലം എന്ന് പറഞ്ഞൊരു പാട്ട് തുടങ്ങാനായിട്ട് അതിന് ധൈര്യം കാണിച്ച ആളാണ് ONV സാർ എന്നും കൂടെ ഉണ്ട്. അപ്പോൾ കേവല മർത്യ ഭാഷ എന്ന് പറയുമ്പോൾ രണ്ട് അർത്ഥത്തിൽ നമുക്ക് കാണാം. ഈ മർത്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കേവലനാണെന്ന് കാണാം. അല്ലെങ്കിൽ മർത്യന്റെ ഭാഷ, നമ്മുടെ ലാംഗ്വേജ് എന്നുള്ളത് കേവലമാണെന്ന് കാണാം. അപ്പൊ ഇതില് നായിക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ നായിക? കേൾവിയില്ലാത്ത നായികയാണ്. അതാണ് പറഞ്ഞ കേവലമായിട്ടുള്ള ഈ മർത്യന്റെ ഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ എന്ന് പറയാണ് ഡയറക്ടേഴ്സ് പോയിന്റ്. അപ്പൊ അതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില വരികൾ, അന്തരശ്രു സരസിൽ നീന്തിടും. ഇവരെപ്പോഴും മൗനമാണല്ലോ. അപ്പൊ അവരുടെ ഉള്ളിൽ അന്തരശ്രു എന്ന് പറഞ്ഞാൽ കണ്ണുനീർ, അതിന്റെ സരസിൽ ആ ലേക്കിൽ നീന്തുന്ന ഹംസഗീതങ്ങളില്ലയോ. ഹംസഗീതം എന്ന് പറയുന്നത് ഒരാളുടെ ഏറ്റവും അവസാനത്തെ പാട്ടാണ്, ഗീതമാണ്. അതിന് ഇംഗ്ലീഷിൽ സ്വാൻ സോങ് എന്ന് പറയും. പറഞ്ഞ മനസ്സിലായോ? ONV സാറിന്റെ ഏറ്റവും അവസാനത്തെ പാട്ട്, അദ്ദേഹത്തിന്റെ ഹംസഗീതത്തിന് ഞാൻ മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ONV സാറിന്റെ ഈ പാട്ട് എനിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഫീലാണ്, ചിലപ്പോൾ സങ്കടവുമാണ്. അവസാനത്തെ പാട്ട് ഏതായിരുന്നു? അതുകൂടി അറിയാം. കാമ്പോജി എന്ന് പറഞ്ഞ പാട്ടുകളാണ്. ശബ്ദസാഗരത്തിൻ അഗാധ നിശബ്ദ ശാന്തതയില്ലയോ. അപ്പൊ ആ ആളുടെ ഉള്ളില് നിശബ്ദ ശാന്തതയാണ്, അഗാധമായിട്ടുള്ള നിശബ്ദ ശാന്തതയാണ്. അപ്പോൾ ഈ പാട്ട് വളരെയധികം ഡീപ്പാണ്. അപ്പൊ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതില്ലയോ എന്ന് പറയുമ്പോൾ അതും ഡീപ്പായിട്ട് തന്നെയാണ് പാടേണ്ടത്.
അത് നമ്മൾ ലൈറ്റായിട്ട് വിട്ടുകളയല്ല വേണ്ടത്. ആ ഇല്ലയോ ഒന്ന് പാടാമോ? ശബ്ദസാഗരത്തിൻ അഗാധ നിശബ്ദ ശാന്തതയില്ല ഇല്ലയോ ഇല്ലയോ അടുത്ത് ഇല്ലയോ രീ 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 അവിടെ എടുക്കണം. ഇല്ലേ ഇല്ലയോ അവിടെ ഫിനിഷ് ചെയ്തില്ല. അത് വരണം. അപ്പോഴാണ് അത് അതിലേക്ക് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് കേവല മർത്യേ ഭാഷയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് ലിറിക്കലാണ്. ഒരുപാട് ഈ ലിറിക്സ് ആണ് ഇതിന്റെ ഈ ഏറ്റവും ബ്യൂട്ടിഫുൾ. അത് മ്യൂസിക്കിലൂടെ ആ ലിറിക്ക് കൺവേ ചെയ്യുന്ന ഒരു പാട്ടായിട്ടാണ് ഇത് കാണേണ്ടത്. അപ്പൊ അങ്ങനെ ലിറിക്കലായിട്ടുള്ള പാട്ടുകൾ വരുമ്പോഴത്തേക്കും നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കണം. ഇതിൽ ആരെങ്കിലും രാജിവെക്കുന്നുണ്ടോ? ഈ പാട്ടിനിടയിൽ ഒരാൾ രാജിവെക്കുന്നുണ്ട്. സ്വരവർണ്ണ രാജി. സ്വരവർണ്ണ രാജി. സ്വരവർണ്ണ രാജി. എന്താണ് സ്വരവർണ്ണ രാജി എന്ന് പറഞ്ഞ അർത്ഥം? അറിയില്ല. സ്വരങ്ങളുടെ വർണ്ണ പ്രപഞ്ചം എന്ന് പറയാം. രാജി എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന എന്നുള്ള അർത്ഥം. ഇടതൂർന്നുള്ള വർണ്ണങ്ങൾ, സ്പെക്ട്രം എന്ന് നമ്മൾ പറയും. സ്പെക്ട്രം അതാണ് അതിന് പറയണത്. അത് ഇതെല്ലാം ONV സാർ, അത് ശരിക്കും ONV സാറിന് ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ഒരു സോങ് ആണ് കേട്ടോ. ഇത് വൺ ഓഫ് ഹിസ് ഗ്രേറ്റസ്റ്റ് സോങ്സ് ആണ്. അത് ഒരു നല്ല സെലക്ഷൻ ആണ് കേട്ടോ. മാത്രമല്ല ആദ്യം വന്നപ്പോഴേ എനിക്ക് കോൺഫിഡൻസ് എനിക്ക് മനസ്സിലായി. കാരണം ഇത് അവന് പാടാനുള്ള റേഞ്ച് കറക്റ്റ് ആണ്. അപ്പൊ ഭയങ്കര കോൺഫിഡന്റ് ആണ്. അതുകൊണ്ട് ഇവിടെ ചിരിച്ചും കളിച്ചും ഒക്കെ. സാധാരണ അങ്ങനെയില്ല കേട്ടോ. വന്നു കഴിഞ്ഞാൽ വെളിയിൽ കോൺഫിഡൻസ് കാണിക്കുമെങ്കിലും അകത്ത് ഒരു ഉൾപേടി, ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ ഒരു പേടി വരാറുണ്ട്. പക്ഷെ ഇന്ന് അത് കണ്ടില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ എത്രത്തോളം കൂളാവുന്നോ അത്രത്തോളം നമുക്ക് പാട്ടിന്റെ എക്സ്പ്രഷൻസും മറ്റു കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അച്ഛനും അമ്മയടുത്തും പറയട്ടെ, മോന് ഇത്തരം സെലക്ഷൻസ് ഏറ്റവും നന്നായിരിക്കും. എന്നാലേ അവൻ്റെ ടാലന്റ് നല്ല ഫലപ്രദമായിട്ട് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ഒരുപാട് റിസ്കി ആയിട്ടുള്ള പാട്ടുകൾ എടുക്കുമ്പോഴത്തേക്കും അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരുമ്പോഴത്തേക്കും അത് കൺവേ ചെയ്യൂല. ഓക്കെ, ഇത് ഒരു നല്ല എക്സാമ്പിൾ ആയിട്ടും ഇതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് ഗംഭീര സെലക്ഷൻസ് ആയിട്ട് വരണടേ കേടാ. അല്ലെങ്കിൽ ഞാൻ ഇടിയിട്ടും. ജഗ്ഗു എന്തോ ആ പാട്ടിന്റെ തുടക്കത്തിൽ തന്നെ ഞെട്ടിച്ചു. കേവൽ അത് ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴും അതിന്റെ ആ ഭംഗി പോവാതെ എന്താ പറയാ, ജയചന്ദ്രൻ സാർ പാടി അതുപോലെ അങ്ങ് പാടി വെച്ചിട്ട് ഒപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ജേട്ടന് വേറൊരു പ്രത്യേകത ഉണ്ട് ആര്യക്കുട്ടി. അതായത് നമ്മളിപ്പോ പാടിക്കൊണ്ടിരിക്കുമ്പോ പറയാണ്, ജേട്ടാ ആ ലൈൻ ഒന്നുകൂടെ, എന്താ കുഴപ്പം, അതിനെന്താ കുഴപ്പം, അതൊക്കെ ഒരു പ്രാവശ്യം പാടിയത് മതി, അടുത്ത ലൈൻ എടുത്തോ. അങ്ങനെ ചേട്ടന്റെ എപ്പോഴും ഉള്ള ഒരു ചോദ്യമാണത്. അപ്പൊ അതൊക്കെയാണ് ജഗ്ഗു കാര്യങ്ങൾ. എന്തായാലും നല്ല സെലക്ഷൻ, നല്ല ആപ്റ്റ് ആയിട്ടുള്ള പാട്ട്. ജഗ്ഗുവിന്റെ വോക്കൽസിന്റെ റേഞ്ചിന് എന്താണോ പാടി ഫലിപ്പിക്കാൻ പറ്റുന്നത് കൃത്യമായിട്ടുള്ള ഒരു സോങ് സെലക്ഷൻ. പിന്നെ അതുപോലെ നല്ല ക്ലീൻ ആയിരുന്നു. വേറെ ജഗ്ഗു അറിഞ്ഞു പാടി. അങ്ങനെ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് പാടുകയല്ല, ജഗ്ഗു ഫീൽ ചെയ്ത് അറിഞ്ഞ് ക്ലീൻ ആയിട്ട് പാടി. ആ ഒരു നീറ്റ്നെസ് പാട്ടിന് മൊത്തം ഉണ്ടായിരുന്നു. ഒരു അടക്കവും ഒതുക്കവും ഉണ്ടായിരുന്നു ആ പാടിയതൊക്കെ. മിടുക്കനായി. ആകെ മൊത്തം നോക്കുവാണെങ്കിൽ ബ്രെത്ത് മാത്രമാണ് ഇന്നൊരു പ്രശ്നം. പക്ഷെ പാടാൻ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടും കൂടെയാണ് അത്. ഈ താളത്തില് പല്ലവി തൊട്ട് അവിടെ തൊട്ട് അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പാടാൻ ബുദ്ധിമുട്ടുള്ള പാട്ടാണ് അത്. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ പാടി അവിടെ വെച്ചിട്ടുണ്ട്. ക്ലീൻ. കേവലം ഒരു ചെറിയ പാട്ടല്ല, കേവലം ഒരു ചെറിയ പാട്ടല്ല, ഒരു വലിയ പാട്ട് തന്നെയാണ്. കേവല വളരെ ഭംഗിയായിട്ട് പാടിയതിനും പിന്നെ പല റൗണ്ട്സിലും പല സോങ്സും ഔട്ട്സ്റ്റാൻഡിംഗ് ആയി പാടിയതിനും എന്റെ വക ചെറിയൊരു പുരസ്കാരം. ഇങ്ങോട്ട് വാ. കേട്ടോ കൂടുതൽ കൂടുതൽ നന്നായി പാടാം. അതെടുത്ത് കാണിക്കും എന്താണ് സംഭവം നോക്കുന്നത്. അപ്പൊ ജഗ്ഗു ഹാപ്പി അല്ലേ? ഹാപ്പി, വെരി ഹാപ്പി, വെരി ഹാപ്പി. വീട്ടിൽ പോക്കൂ. മാർക്ക് പറഞ്ഞില്ലേ? മാർക്ക് വേണം. വാച്ച് ഒക്കെ കിട്ടിയല്ലേ? മാർക്കും കൂടി വേണം. വാച്ചും പുരസ്കാരം. 96.25 out of 100. പറയാമോ? നന്നായിട്ട് പാടിയതല്ലേ, കുറച്ചും കൂടി വേണം. എത്ര വേണം? 100 ഇല്ല, 100 എന്തായാലും ഇല്ല. 99.5. താഴോട്ട് പോട്ട്. 99. താഴോട്ട് പോട്ട്.
98.5 ഇനിയും പോട്ടെ. വേണം. വേണം. ഇനി പോണോ സാർ? കുറച്ചാട്ടെ. 98. യെസ്. യെസ്. Yes. ഓക്കെ, Yes. കൈയടിച്ചോട്ടെ. 98 out of Out of 100 for 100. Jagat Kishore. സരസിൽ നീന്തിടും ജഗത്ത് മാർക്ക് പറയുന്ന സമയമാകുമ്പോ മറ്റേ എവിടെ ഒരു കടയിലൊക്കെ ചെന്ന് ഇങ്ങനെ പറയുന്നതിനോട് ഭയങ്കര ബാർഗനിങ്. Bargaining. 100 അപ്പൊ അവിടുന്ന് അത്രല്ല 99.75 ഇല്ല. പോയിന്റ് കുറച്ചോ? എടാ, അതുകൊണ്ട് നമ്മൾ അടുത്ത പ്രാവശ്യം എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് 100 തരാൻ തോന്നിപ്പിക്കണം. Okay. ഓക്കെ, ഓൾ ദ വെരി Ta-da. Ta-da. വാച്ച് കെട്ടിക്കൊണ്ടുവരണേ. Okay. Ta-ta. ദേവദൂതികയാണു നീ. അപ്പൊ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കാര്യമുണ്ട്. ഇന്ന് നമുക്ക് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ അല്ല, ഇന്ന് നമുക്ക് ബെസ്റ്റ് പെർഫോമേഴ്സ് ഓഫ് ദ ഡേ ആണ്. 2 പേരുണ്ട്. നമ്മുടെ ജഗത് കുട്ടനും അമൃത കുട്ടിയാണ്. ആൻഡ് ആരി ചേച്ചി, വെൽക്കം. അങ്ങനെ 2 പേർക്ക് ഒരുമിച്ച് പെർഫോമേഴ്സ് ഓഫ് ദ ഡേ കൊടുക്കാൻ പോകുന്നു. അതും ഈ ടൈറ്റ് കോമ്പറ്റീഷന്റെ ഇടയ്ക്ക് നിങ്ങൾ 2 പേരും ബെസ്റ്റ് പെർഫോമേഴ്സ് ആയി. കൺഗ്രാറ്റുലേഷൻസ് ജഗത് കുട്ടൻ. കൺഗ്രാറ്റുലേഷൻസ് അമൃതം. നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് ഓരോരുത്തർക്ക് തരാം. ഓക്കെ, Yes. ഒന്ന് നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം. പിന്നെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ കുട്ടി സൂപ്പർ സ്റ്റാർസിന് Kinder Mox. മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. നമ്മുടെ അമൃത കുട്ടിക്കും പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിലിന്റെ ഒരു സ്നേഹോപഹാരം. പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. താങ്ക് യു 2 പേർക്കും. താങ്ക് യു ആരി ചേച്ചി. താങ്ക് യു. ബൈ.